പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഏപ്രിൽ 3 ഞായറാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. യേശു ക്രിസ്തുവിനെ പിന്തുടരുന്ന ജനങ്ങൾ പലപ്പോഴും തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് അവൻ്റെ അടുക്കൽ വന്നത്. അവർക്കപ്പം വേണം, അത്ഭുതങ്ങൾ കാണണം, താൽക്കാലിക ആശ്വാസങ്ങൾ വേണം. എന്നാൽ യേശു അവരുടെ ശ്രദ്ധയെ ഭൂമിയിലെ കാര്യങ്ങളിൽ നിന്ന് സ്വർഗീയ സത്യങ്ങളിലേക്ക് തിരിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. അതായത് അവൻ നൽകുന്നത് താൽക്കാലിക സംതൃപ്തിയല്ല, ശാശ്വതമായ ജീവൻ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് യേശു ഉറച്ചും വ്യക്തമായും പ്രഖ്യാപിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം വ്യക്തമാണ്. യേശുവിലുള്ള വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകും. ഇത് ഒരു ഭാവിയിലെ പ്രതീക്ഷ മാത്രമല്ല, ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. യേശു പറയുന്നു, നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ സൂചിപ്പിക്കുന്നത് നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നാണ്. ദൈവത്തോടൊപ്പം ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് നിത്യജീവൻ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഹൃദയം മുഴുവനായി ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിപരമായ ബന്ധമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സത്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം? ആദ്യം നാം നമ്മുടെ വിശ്വാസത്തെ സ്വയം പരിശോധിക്കണം. നാം യേശുവിനെ കേവലം അറിയുക മാത്രമാണോ ചെയ്യുന്നത്, അതോ അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവരാണ്? വിശ്വാസം എന്നത് വെറും അറിവോ വാക്കുകളോ മാത്രമല്ല, അത് വിശ്വാസത്തോടെ അവൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതം ഏൽപ്പിക്കുന്നതാണ്. രണ്ടാമതായി, നിത്യജീവന്റെ അനുഭവമുള്ളവരായി നാം ഇന്ന് തന്നെ വ്യത്യസ്തമായി ജീവിക്കണം എന്നതാണ്. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും യേശുവിൻ്റെ സ്വഭാവം പ്രതിഫലിക്കണം. സ്നേഹം, ക്ഷമ, കരുണ, വിശുദ്ധി ഇവ നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം. നാം ജീവിക്കുന്നത് ഈ ലോകത്തിനായി മാത്രമല്ല, ദൈവത്തിനായി ആണെന്ന ബോധ്യത്തോടെ ആയിരിക്കണം. മൂന്നാമതായി, ഈ മഹത്തായ സത്യത്തെ നാം മറ്റുള്ളവരുമായി പങ്കിടണം. ഇന്നത്തെ ലോകം എപ്പോഴും താൽക്കാലിക സന്തോഷങ്ങൾക്കായി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുവാണ് യഥാർത്ഥ ജീവന്റെ ഉറവിടം. നമുക്ക് ലഭിച്ച ഈ നിത്യജീവന്റെ അനുഭവം മറ്റുള്ളവരോട് അറിയിക്കുവാൻ നമുക്ക് ധൈര്യവും ഉത്തരവാദിത്വവും ഉണ്ടാകണം. നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം നമുക്കൊരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. വിശ്വസിക്കുന്നവർ നിത്യജീവൻ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങുന്നു. ഈ ഒരു വാചകം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശാശ്വതമായ അർത്ഥം നേടുന്നു. അതിൻ്റെ പൂർണ്ണതയ്ക്കായി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന മഹത്തായ സത്യത്തിന് നന്ദി. ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കണമേ. ഞങ്ങൾ നിന്നെ കൂടുതൽ അടുക്കുവാനും നിന്നെ ആശ്രയിക്കുവാനും സഹായിക്കണമേ. നിത്യജീവനുള്ളവരായി വിശുദ്ധിയും സ്നേഹവും നിറഞ്ഞ ജീവൻ നയിക്കുവാൻ ഞങ്ങളെ വഴി നടത്തണമേ. ഈ സത്യത്തെ മറ്റുള്ളവരുമായി പങ്കിടുവാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.